ഈ നേത്രത്തിന്റെ വിശേഷം പറയുമ്പോ പറയുന്നുണ്ട് ഏത് നേത്രമാണോ ഇദ്ദേഹത്തിനെ വിഷ്ണുവിനെ പുളകം കൊള്ളാൻ സഹായിക്കുന്നത് ആ നേത്രം എന്നാ പറയുന്നത്. ശങ്കരാചാര്യൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ശിവശക്തിയായുക്തോ യതി ഭവതി ന ശക്തപ്രഭവിതും. ശിവന് ചലിക്കണമെങ്കിൽ പാർവതി വേണം. ഈ തത്വം സാഖ്യശാസ്ത്രത്തിൽ ഊന്നിയിട്ടുള്ളതാണ്. ശരിക്കും പുരുഷൻ എന്നുള്ളത് ശരിക്ക് നിഷ്ക്രിയനാണ്, നിഷ്ക്രിയമായിട്ടുള്ള തത്വമാണ് പുരുഷന്റെ. എന്ന് വെച്ചാൽ ആ ചാലക ശക്തിയോട് വർത്തിക്കുന്നത് മുഴുവനും പ്രകൃതിയാണ്. അപ്പൊ പ്രകൃതി എന്നുള്ളത് സ്ത്രീയും പുരുഷനും എന്നുള്ളത്, പുരുഷൻ എന്നുള്ളത് ശരിക്കും അവിടെ സാഖ്യശാസ്ത്രത്തിൽ നമ്മൾ പറയുന്ന പുരുഷൻ എന്നുള്ള അർത്ഥമൊന്നും ഇല്ലെങ്കിലും ഇവിടെ കവി നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ത്രീ പുരുഷ ബന്ധമല്ല ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്കതിന്റെ ആന്തരികമായിട്ടുള്ള അർത്ഥത്തിലേക്ക് പോകുമ്പോൾ തോന്നാം. അല്ലാണ്ട് വെറും ഒരു സ്ത്രീയുടെ കാമുകിയുടെ നോട്ടം എന്നുള്ള നിലയ്ക്കല്ല നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് ഏതൊരു പ്രകൃതിയാണോ പുരുഷനെ ചലിപ്പിക്കാൻ സഹായിക്കുന്നത് ആ പ്രകൃതി വിശേഷം അതാണ് സ്ത്രീ ശക്തി, അതാണ് പാർവതിയുടെ ശക്തി, അതാണ് പാർവതി ശിവനിൽ സ്വാധീനം ചെലുത്തുന്നത്. അത് തന്നെയാണ് ഇവിടെ വിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും ബന്ധമായിട്ട് വർണ്ണിക്കുന്നതും എന്ന് നമുക്ക് ആലോചിച്ചാൽ, അതിന്റെ ആന്തരികമായിട്ട് ഞാനത് പറയാൻ ഉദ്ദേശിച്ചതായിരുന്നില്ല, ഇവിടെ അനംഗതന്ത്രം എന്നുള്ള ചോദിച്ചതുകൊണ്ട് പറഞ്ഞതാണ്. സാമാന്യമായിട്ട് അതിന് അനംഗതന്ത്രം തന്നെ അർത്ഥമുള്ളൂ. അതിൽ നിന്നും ഈ ശ്ലോകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാകാം. ഈ ഏതൊരു പ്രകൃതി ശക്തിയാണോ പുരുഷനെ ചലിപ്പിക്കാൻ സഹായിക്കുന്നത് ആ പ്രകൃതി പുരുഷ ബന്ധമാണ് ഇവിടെ വർണ്ണിക്കപ്പെടുന്നത് എന്ന് നമുക്ക് എല്ലാ ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ശിവാനന്ദലഹരിയിലൊക്കെ അതന്നെയാണല്ലോ ശങ്കരാചാര്യർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. എനിക്കിങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. ഇനി കൂടുതൽ നമുക്ക് എവിടെയെങ്കിലും വ്യാഖ്യാനങ്ങളോ മനസ്സിലാക്കാൻ പറ്റുന്ന അവസരങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അതിനെ കുറിച്ച് ചിന്തിക്കാം. അല്ലേ പരമേശ്വരേട്ടാ? ഇത് പശ്ചാത്തലം 5 വയസ്സുള്ള ഒരു ബാലനാണ് ഈ എന്നുള്ള ഒരു വിശേഷണമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അർത്ഥതലങ്ങളിലേക്ക് എന്നുള്ളതൊന്ന് അതെ ബാലനാണെങ്കിലും ഇവിടെ ശങ്കരാചാര്യ ബാലൻ ആണ്, പക്ഷെ തീർത്തും ഭൗതികനല്ല അല്ലെ. അദ്ദേഹം ഭൗതികതയെ മനസ്സിലാക്കാൻ കുറെ കാലം എടുത്തു പിന്നെ എന്നും പറയുന്നുണ്ട് അല്ലെ. അപ്പോ ആധ്യാത്മികമായിട്ടുള്ള അല്ലെങ്കിൽ താത്വികമായിട്ടുള്ള കുറെ അർത്ഥങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ് സത്യം. വെറും ശാരീരിക ബന്ധം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണ ജീവിതമായിട്ട് അല്ല ഇതിനെ നമുക്ക് അർത്ഥം മനസ്സിലാക്കേണ്ടത് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ. പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു കാമുക സങ്കല്പം സഹായിക്കുകയും ചെയ്യും. അതിന്റെ സൗന്ദര്യം അല്ലെ, ആ പ്രണയത്തിന്റെ സൗന്ദര്യം, ആ പ്രണയത്തിന്റെ ഉദാത്തത വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ അത് ആധ്യാത്മികമായി മാറുകയും ചെയ്യും. വെറും ഫിസിക്കൽ അല്ലാണ്ട് ആത്മീയമായിട്ടുള്ള പ്രണയമാവുമ്പോ തീർച്ചയായിട്ടും ഏത് പ്രണയവും ഇത്രയും ഉദാത്തമാവുകയും ചെയ്യും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ക്ലിയർ ആയോ? അനംഗതന്ത്രം എന്നപ്പോ കഴിഞ്ഞു. ഇനി അങ്ങനെ ഇരിക്കുന്ന ആകേകരസ്ഥിത കനീനിക പക്ഷ്മനേത്രം കേന കാരണേന അല്ലെ കിം കൃത്വ എന്ന് ചോദിക്കാം. കിം കൃത്വ ഏവം നേത്രം വർത്തതേ അധിഗമ്യ. കിം കൃത്വ എന്ത് ചെയ്തിട്ട്, അധിഗമ്യ ആശ്രയിച്ചിട്ട്. എങ്ങനെയാണ് ഈ നേത്രം അങ്ങനെയായി മാറിയത്? ആശ്രയിച്ചിട്ട്. കം ആശ്രിത്യ കം അധിഗമ്യ മുകുന്ദൻ അധിഗമ്യ. ആരെ ആശ്രയിച്ചിട്ടാണ്? മുകുന്ദനെ ആശ്രയിച്ച്. മുകുന്ദനെ ആശ്രയിക്കുമ്പോ എന്ത് സംഭവിക്കും? സന്തോഷം. മുകുന്ദനെ ആ കണ്ണിന് ആശ്രയമായിട്ട് മുകുന്ദൻ വർത്തിക്കുമ്പോഴേക്കും സന്തോഷം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കും അല്ലെ, മോദം കൊണ്ട്. ഏവം അന്വയ ഏവം മുകുന്ദൻ അധിഗമ്യ മുകുന്ദനെ ആശ്രയിച്ച് സന്തോഷത്താൽ
ആമീലിതാർദ്ധം ആനന്ദമന്ദം അനിമേഷം അനംഗതന്ത്രം ആകേകരസ്ഥിത കനീനിക പക്ഷ്മനേത്രം മമ ബുദ്ധി ഭുജംഗശയാങ്കനായ ആകേകരസ്ഥിത കനീനിക പക്ഷ്മനേത്രം. ആകേകരസ്ഥിത എന്നുള്ളതിന് തൊട്ട് മുമ്പായിട്ട് ഭുജംഗശയാങ്കനായ ആകേകരസ്ഥിത കനീനിക പക്ഷ്മനേത്രം മമ ബുദ്ധ്यै ഭവേത്. एवमन्वयः एकवारमपि कथ्यते. मुकुन्दम् अधिगम्य मुदा आमीलितार्थम् आनन्दमन्दम् मुकुन्दम् अधिगम्य मुदा आमीलितार्धम् आनन्दमन्दम् अनिमेषम् अनङ्गतन्त्रम् आकेकरस्थित कनीनिक पक्ष्मनेत्रं भुजंगशयाङ्गनाय आकेकरस्थित कनीनिक पक्ष्मनेत्रं मम पुत्यै भवेत्. एडर अल्ले मम भुजंगशयाङ्गनाय आकेकरस्थित कनीनिक पक्ष्मनेत्रं मम भूत्यै भवेत्. एवमन्वयः. अयं श्लोकः ललितं भवति अल्ले. അതിൽ സമസ്ത പദമൊക്കെ ഒരു ആകേകരസ്ഥിത കനീനിക പക്ഷ്മനേത്രം അവിടെയുള്ള സമസ്ത പദത്തിന് മാത്രമേ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം അതിന്റെ അന്വയവും ഒക്കെ വളരെ ലളിതാണ്. അവഗതം? മനസ്സിലായോ? ഇനി അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞതാണ് അല്ലെ. എന്നാലും ഒന്നും കൂടി നമുക്ക് വ്യക്തമായിട്ട് അതിന്റെ വാക്യത്തിലൂടെ തന്നെ കടന്നു പോവാം. മുകുന്ദം അധിഗമ്യ, മുകുന്ദം ആശ്രിത്യ, വിഷ്ണു ഭഗവന്തം ആശ്രിത്യ, വിഷ്ണു ഭഗവാനെ ആശ്രയിച്ച്, മുദാ സന്തോഷേണ, വർത്തമാനം സന്തോഷത്തിൽ വർത്തിക്കുന്ന, ആമീലിതാർദ്ധം അർദ്ധം യാവത് മീലിതം, യാദൃശം നേത്രം താദൃശം, ആനന്ദമന്ദം സന്തോഷേണ മന്ദരൂപം പ്രാപ്തം, മന്ദം മന്ദം വിലോകിതം പതുക്കെ പതുക്കെ നോക്കുന്ന അല്ലെ. ആനന്ദമന്ദം അനിമേഷം, അവലോകന സമയേ നിമേഷോ നാസ്തി. നോക്കുന്ന സമയത്ത് ഒരു ഇമവെട്ടൽ പോലുമില്ല. നിമേഷ എന്നുള്ളതിന് ഇമവെട്ടല്, ഒരു ഇമവെട്ടൽ പോലുമില്ല. അവലോകന സമയേ നിമേഷരഹിതം ച അനംഗതന്ത്രം കാമദേവസ്യ തന്ത്രേണ യുക്തം. കാമദേവന്റെ ലീലാവിലാസങ്ങൾ കളിയാടുന്നതുമായിട്ടുള്ള ഭുജംഗശയാങ്കനായ, ഭുജംഗശയസ്യ അങ്കനായ, ഭുജംഗശയസ്യ വിഷ്ണു ഭഗവതഃ അങ്കനായ ഭാര്യായ ലക്ഷ്മീ ദേവ്യാ ഭുജംഗേ ശേതേ ഇതി ഭുജംഗശയഃ തസ്യ അങ്കനാ സ്ത്രീരത്നം ഭാര്യ, വിശിഷ്ടാ ഭാര്യ അല്ലെ. തസ്യാഹ ഭുജംഗശയാങ്കനായാഹ
आकेकरस्थितकनीनिकपक्ष्मनेत्रम् नेत्रं कथं भवति तस्य नेत्रस्य कनीनिका पक्ष्म च आकेकरे वर्तेते तस्य नेत्रस्य कनीनिका कृष्णमणि पक्ष्म कण्पीलि च आकेकरे पगुति എന്നുള്ള അവസ്ഥയിൽ സ്ഥിതം ഭവതി സ്ഥിതം വർത്തേതേ അഥവാ സ്ഥിതം ഭവതഃ അങ്ങനെ വർത്തിക്കുന്നതുമാണ് താദൃശം നേത്രം മമ മേ എനിക്ക് ഭൂത്യൈ ഐശ്വര്യായ ഭവേത് ഭവിക്കട്ടെ എന്നാണ് ഇവിടെ അങ്ങനെ അർത്ഥം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഏതെങ്കിലും വാക്കിന്റെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ? ഹരിയോം ടീച്ചർ. ടീച്ചർ ഞാൻ ആ വിശേഷണങ്ങളെല്ലാം പ്രഥമ എഴുതിക്കണം, അതെല്ലാം ദ്വിതീയല്ലേ ടീച്ചർ? അല്ല, മുകുന്ദം ആനന്ദമന്ദം മുകുന്ദം എന്നുള്ളടത്ത് മാത്രം, അത് വിശേഷണം അല്ലല്ലോ. അവിടെ അത് മാത്രം ദ്വിതീയ, ബാക്കിയെല്ലാം പ്രഥമയാണ് ടീച്ചർ. ബാക്കിയെല്ലാം അകാരാന്തഃ നപുംസകലിംഗ പ്രഥമ ഏകവചനം. ദ്വിതീയയിലും ആ രൂപം അങ്ങനെ തന്നെ വരിക. ദ്വിതീയ അകാരാന്ത പുല്ലിംഗത്തിന്റെ രൂപവും ഈ ഇതുപോലെയാണ് വരിക അല്ലെ. മുകുന്ദം എന്നുള്ളത് സംശയം വരും, അത് സ്വാഭാവികമായിട്ട് സംശയം വരും. പക്ഷെ നേത്രം എന്നുള്ളത് എപ്പോഴും നേത്രം നയനം അതിൽ ആ രണ്ടു വാക്കും നപുംസകലിംഗ ഉള്ളൂ. പിന്നെ മിത്രം പോലെ അതെ. പിന്നെ ഇവിടെ അസ്മിൻ വാക്യേ നേത്രമിതി കർത്തൃപദം ഭവതി, കർത്താ ഭവതി. കർത്താ കിം കരോതി ഭൂതിം ദദാതി ഭൂത്യൈ ഭവേത്. അത് സകർമ്മക ക്രിയയല്ല ഭവേത് എന്നുള്ളത് അല്ലെ. ഭവിക്കുക എന്ന് പറയുമ്പോ അവിടെ അത് അകർമ്മക ക്രിയയാണ്, അതിന് കർമ്മയില്ല, ഒബ്ജക്റ്റ് ഇല്ലാത്ത. ഇപ്പൊ ഉറങ്ങുക എന്നൊക്കെ പറയുമ്പോ എന്തിനാ ഉറങ്ങുക? കർമ്മയില്ല. കരയുക, എന്തിനാ കരയുക? ഇല്ല. അങ്ങനെ കർമ്മമില്ലാത്ത എന്തുണ്ട്? ക്രിയകളുണ്ട്. അപ്പൊ ഭൂ എന്നുള്ള ക്രിയാപദത്തിൻ ധാതുവിലോട് ഉപയോഗിക്കുന്നത് അകർമ്മക ക്രിയയാണ്. അപ്പൊ ഇവിടെ കർമ്മം നമുക്ക് ഇന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ അർത്ഥത്തിന് മാറ്റുമ്പോ നേത്രം ഭൂതിയും ദദാതി എന്നാണ് നമുക്ക് പറയണേ വെച്ചാൽ അവിടെ ഭൂതി എന്നുള്ളത് കർമ്മമാണെന്ന്. എന്തിനേം തരുന്നു? ഐശ്വര്യത്തെ തരുന്നു. ആ രീതിയിൽ വാക്യത്തെ മാറ്റുമ്പോ നമുക്ക് അവിടെ കർമ്മം ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇവിടെ ഭവേതെന്ന് ഇരിക്കുമ്പോ കർമ്മമില്ല. അപ്പൊ കർത്തൃപദം ഉണ്ട് അല്ലെ. ഞാൻ ഉറങ്ങുന്നു എന്നുള്ളത് കർത്താവുണ്ട്. അതുപോലെ ഇവിടെ നേത്രം ഭവേത്, നേത്രം ഭവിക്കട്ടെ എന്നുള്ളത് കർത്തരി പ്രയോഗത്തിൽ ആക്റ്റീവ് വോയിസില് കർത്തൃപദം എപ്പോഴും പ്രഥമയിലേക്കുള്ളൂ. നേത്രം ഇവിടെ നേത്രമാണ് നമുക്ക് തരുന്നത്, നേത്രമാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പൊ നേത്രത്തിനെ ഇവിടെ ഒരു കർത്താവായിട്ട് സങ്കല്പിക്കുകയാണ്. മനസ്സിലായില്ലേ? ഒരു ചേതന വസ്തു പോലെ. അതെ, നേത്രത്തിന് ചൈതന്യം ഇല്ല, ചേതനത ഇല്ല എന്നല്ല കേട്ടോ. പക്ഷെ എങ്കിലും ഒരു വ്യക്തി ചെയ്യണ പോലെ കണ്ണ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോ അതൊക്കെ കവികളാണ് അങ്ങനെയൊക്കെ വർണ്ണിക്കുന്നത്. നേത്രം എനിക്ക് ഐശ്വര്യം ഉണ്ടാക്കി തരട്ടെ, ഈ എല്ലാ സ്തുതികളിലും ഉണ്ടല്ലോ, കാല് ഐശ്വര്യം ഉണ്ടാക്കി തരട്ടെ. ആനന്ദവർദ്ധന്റെ ധന്യാലോകത്തില് പറഞ്ഞ അദ്ദേഹത്തിന്റെ നഖം, നരസിംഹരൂപത്തിന്റെ നഖം നമുക്ക് ഐശ്വര്യത്തെ ഉണ്ടാക്കി തരട്ടെ എന്നൊക്കെയാണ് പറയണത്. അപ്പം രക്ഷിക്കട്ടെ എന്നാ പറയണത്. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ അനവധി കാണാം. അപ്പൊ കവികൾ അങ്ങനെ ഓരോ അംഗത്തിനെയും ഒരു വിചാരമുള്ള ഒരു വസ്തുവായിട്ട് സങ്കല്പിച്ച് സ്തുതിക്കാറുണ്ട്. കവിക്കത് സാധിക്കും. കവിക്ക് അങ്ങനെ എല്ലാ ലൈസൻസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നേത്രം അകാരാന്തഃ നപുംസകലിംഗ പ്രഥമ ഏകവചനം, അതിന്റെ വിശേഷണങ്ങളും എല്ലാം അപ്പൊ അത് തന്നെയാണ്. അതിന്റെ ഉള്ളിൽ വാക്കുകൾക്കൊക്കെ ലിംഗ വ്യത്യാസം ഉണ്ട്. പക്ഷെ സമസ്തബദ്ധമായി മാറുമ്പോ അത് നപുംസലിംഗം തന്നെ മാറുന്നു. അതിന്റെ വിശേഷണമായിട്ട് മാറുമ്പോ നമുക്ക് ഭാര്യ എന്നുള്ളത് ശരിക്കും സ്ത്രീലിംഗാണ് അല്ലെ. പക്ഷെ പുല്ലിംഗമായിട്ട് നമുക്ക് പ്രയോഗിക്കാം സമസ്ത പദത്തില്. രൂപവത്ത് ഭാര്യ എന്ന് പറയാം.
രൂപവതി ആയിട്ടുള്ള ഭാര്യ ഉള്ളവൻ എന്നുള്ള അർത്ഥത്തില് രൂപവത് ഭാര്യ രാമ രാമഹ എന്ന് പറയാം. സുന്ദരിയായിട്ടുള്ള ഭാര്യ ഉള്ളവനാണെന്നുള്ള അർത്ഥത്തില്. അപ്പൊ ഭാര്യ ശബ്ദത്തിനെ പുല്ലിംഗാക്കാം. സമസ്തപദത്തിലെ ലിംഗത്തിനെ നമുക്ക് ഇഷ്ടം പോലെ മാറ്റാം. സംസ്കൃത ഭാഷയുടെ ഒരു ഏറ്റവും വലിയ സവിശേഷതയാണ് ഈ സമസ്തപദം. അതിന്റെ സൗന്ദര്യം അതാണ്, കഷ്ടപ്പാട് ക്ലിഷ്ടതയും അത് തന്നെയാണ്. ജയന്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല, ക്ലിയറാണ്. എന്നാ നമുക്ക് പ്രാർത്ഥന ചൊല്ലി നിർത്തിയിട്ട് ഇനി സംശയം ഉണ്ടെങ്കിൽ ഇതാകാം. ഇപ്പൊ കട്ടാവും. 1 മിനിറ്റ് 36 മിനിറ്റ്. ടീച്ചർ മ്യൂട്ടായി. അവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ട് ടീച്ചറുടെ അടുത്ത്. സമയം 5 മിനിറ്റ്. ഞാൻ ചോദിച്ചു എന്താ ഇന്ന് നേരത്തെ കഴിഞ്ഞോ? അത് കട്ടായി പോയി എന്റേന്നേ. സംശയം ഉണ്ടോ? ഇല്ല, ഫോളോ ചെയ്യാൻ പറ്റും. നമുക്ക് നിർത്താലേ? ശരി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. അല്ല, നമുക്ക് ശാന്തി മാത്രം ചൊല്ലാൻ പറ്റി. തീർന്നാലും നമുക്കൊന്ന് ചെല്ലാലോ എന്ന് വിചാരിച്ചു. തീർന്നില്ലല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത ശ്ലോകം നാളെ അടുത്ത ശ്ലോകം.